അള്ളോന്റെ പടച്ചോനെ അന്ത്രുക്ക മൂപ്പര് കണ്ടാല് പണി പാടുമല്ലോ. മനുഷ്യന്റെ മനസ്സുകൾ വിടരട്ടെ. കുഞ്ഞാനല്ലേ പോന്ന്? ഓനെന്താ ഞമ്മളെ കണ്ടപ്പോ വല്ലാത്തൊരു കളി. അത് പറ്റൂല, ഓനെ കണി ചോദിക്കണം. ആഹാ, ഇത് വിടക്കട്ടെ. കുഞ്ഞാലിയേ, കുഞ്ഞാല്, ഇങ്ങോട്ട് പാടാ, ഇങ്ങോട്ട് പാന്ന്, ഇങ്ങോട്ട് പാ ശൈത്താനെ. അല്ല, ഇതാരന്ത്രുക്കിയോ? അല്ല, അന്റെ ബാപ്പ. അല്ല, നിങ്ങളെന്താ ഇവിടാ? എടോ, ഇവിടെ വരും. അന്റെ സമ്മതമാണോ ശൈത്താനെ? അല്ല, രണ്ടാളുണ്ടല്ലോ, എന്താ പരിപാടി? ഒന്നും പറയണ്ട എന്റെ കാല. കാലനല്ല, കലാധരൻ. കലാധരൻ ഇനി വായിക്കൊള്ളത പേരിട്ട ഞമ്മക്ക് വിളിക്കാനാണ്ടോ. ഇനി എന്ത് ധരനാലും വേണ്ടില്ല, ഞമ്മൾ ഇന്നെ കാലാന്ന വിളിക്കും. അന്തർക്ക വേണ്ടത് നിങ്ങൾ തുടങ്ങിയിട്ട് കുറെ നാളായി. ഓ, ഈ ചൂടാലെ ശൈത്താനെ. പിന്നെ നിങ്ങൾ ചൂടാവോ? ചൂടാകാണ്ടിരിക്കുവോ? എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഞമ്മക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. അല്ല കുഞ്ഞാലി, ഇനി ആളാകെ അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടല്ലോ. മാറേണ്ട സമയത്ത് മാറേണ്ട പോലെ നമ്മൾ മാറിയില്ലെങ്കിൽ പിന്നെ മാറാൻ സമയം കിട്ടൂലെന്ന്. അല്ല, കുഞ്ഞാലി കവിയായോ? ഞാൻ ആരെങ്കിലും ആട്ടെന്ന്. അല്ല, ഞമ്മളിപ്പാ ശ്രദ്ധിക്കുന്നത് ഈ ആളാകെ ഒന്ന് മാറിക്കൊണ്ടത് ശൈത്താനെ. ഇപ്പൊ അന്നൊരു മനുഷ്യക്കൊല. നിങ്ങളെ കിന്നാരം കേട്ടിരിക്കാന് നമുക്ക് സമയമില്ല. നമുക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. അല്ല കുഞ്ഞാലി, നിനക്കെന്താ ഇത്ര തിരക്ക്? അതൊന്നും നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പം പോയിക്കില്ലെങ്കിൽ പണി പാടൂ. നിക്ക ശൈത്താനെ. അല്ല കുഞ്ഞാലി, നിന്റെ കയ്യിൽ എന്താ ഒരു കെട്ട്? പറഞ്ഞ പോലെ ഞമ്മള് കൊറേ ശ്രദ്ധിക്കുന്നു. അതാ കുഞ്ഞാലിയെ. അത് പിന്നെ പറയടോ, എന്താ കാര്യം? അരിയാന്ന്. അരി അരിയോ? ആന്ന്. ഞമ്മളിപ്പോ റേഷൻ വീട്ടിൽ ബന്ധപ്പെടുത്ത. അല്ല, നീ നന്നായി തുടങ്ങിയോ കുഞ്ഞാലിയെ? അല്ലോ, നീ കുടുംബം നോക്കാൻ തുടങ്ങിയോ? അല്ലാണ്ടോ? നന്നായി. അല്ല കുഞ്ഞാലിയെ, ഈ ഞായറാഴ്ച റേഷൻ പീടിയ എനിക്ക് വേണ്ടിട്ട് ആരാ തുറന്നു? പറഞ്ഞ പോലെ ഞായറാഴ്ച തുണിയാന്ന്. തുണി ഇതോ ഞമ്മക്കൊന്ന് കാണാം. ഇന്നെ ഞമ്മള് വെറുതെ വിടില്ല. ഇന്റെ റബ്ബേ, പ്ലാസ്റ്റിക് അല്ലേ ഇത്? നിങ്ങളോട് ഞാൻ അന്നേരം പറഞ്ഞില്ല മാണ്ട മാണ്ട മാണ്ട. ശരി, ഇപ്പൊ ഞമ്മള് കുറ്റക്കാരനായില്ലേ? നമ്മളിതാരും കാണാണ്ട് ഏതെങ്കിലും ഒരു പറമ്പത്ത് കൊണ്ട് ഇടാൻ നോക്കിയതേനു. ഇനി എന്താ വിവരക്കേടാ കുഞ്ഞാലി പറയുന്നത്? അന്റെ ചുറ്റിക്കളി കണ്ടപ്പോ ഞമ്മക്ക് തോന്നിക്ക് ഈ എന്തോ കുലുമാല ഒപ്പിക്കാനാ വന്നെന്ന്. എന്ത് കുലുമാല്? ഈ ചെയ്തന്നെ കുലുമാല്. അത് നമ്മൾ ആരോഗ്യവകുപ്പിന്റെ ആളുകൾ പറഞ്ഞിട്ടാന്ന്. ആരോഗ്യവകുപ്പിന്റെ ആളുകള് എന്നോട് എന്താ പറഞ്ഞേ? അത് ആഴ്ചക്കൊരിക്കല് വീടും പറമ്പല്ലോ ഫ്രൈഡേ ആക്കണോന്ന്. അന്തർക്ക ഫ്രൈഡേ അല്ല, ഡ്രൈഡേ. അതന്നെ. അതായത് ആഴ്ചക്ക് ഒരു ദിവസം വീടും പരിസരവും വൃത്തിയാക്കണോ. അങ്ങനെ വൃത്തിയാക്കിട്ട ചപ്പും ചവറും വേസ്റ്റും പ്ലാസ്റ്റിക്കും അല്ലേ ഇത്? ശരി, ഞാന് കൊള്ളാലോ കുഞ്ഞാലി. അത് നമ്മൾ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയിടാൻ നോക്കുന്നല്ലേ നിങ്ങള് പുലിനോട് ചാടി വിടുന്നു. ഉളുപ്പുണ്ടനക്ക് ആരാന്റെ പറമ്പിൽ കൊണ്ടുപോയി ഇമ്പേശി ചാടിയ? ഇമ്മള് നന്നായാലും വേണ്ടിയില്ല, മറ്റുള്ളവര് നന്നായിരുന്നു എന്ന ചിന്താഗതി നടക്കുന്ന അന്നെപ്പോലുള്ള ബലാലികളാണ് ഈ ദുനിയാവിന്റെ ശാപം. അങ്ങനെ പറഞ്ഞു കൊടുക്കാ. പിന്നെ നമ്മളിത് എന്താക്കണമെന്നാ? പുഴുങ്ങി തിന്നാനോ? എന്നോട് പുഴുങ്ങി തിന്നണം ആരാ പറഞ്ഞേ? പിന്നെയോ? എടോ, ഹരിത കർമ്മസേനന്റെ ആളുകൾ വീട്ടിൽ വരുന്നില്ലേ വേസ്റ്റ് എടുക്കേ? ഇങ്ങോട്ടോ ആ പച്ചക്കുപ്പായിട്ട ആളുകള്. ബെസ്റ്റ്. എന്നിട്ട് വേണോ നാട്ടിലാത്ത കായ് അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളെ കായ് കൊണ്ട് ഓലങ്ങനെ ജീവിക്കണ്ടാന്ന്. ഓ, അന്റെ 50 ഉറുപ്പിക ഉണ്ടല്ലേ ഹരിത കർമ്മസേന ഇവിടെ ജീവിക്കുന്നത്? അങ്ങനെ പറഞ്ഞു ബലാലാർന്ന്. എടോ, ഓലെങ്കിൽ 50 ഉറുപ്പിക്കല്ലേ വരുന്നത്. അതൊരു സേവനം കൂടി ആയിട്ടാ. അല്ലാണ്ടോ മാത്രോ? ഇവനെ പോലുള്ള ആളുകള് ആളൊഴിഞ്ഞ പറമ്പിലെ പ്ലാസ്റ്റിക് കവറും കുപ്പിയും ചപ്പ് ചവറുകളും ഒക്കെ വലിച്ചെറിഞ്ഞാല് അതിന്റെ പ്രശ്നം എന്താ നിനക്കറിയോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടാവൂലെന്ന്. പ്ലാസ്റ്റിക്കിന്റെ മേലെ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കൂ. ഇനിയിപ്പോ എന്താണ്? പ്ലാസ്റ്റിക്കിൽ വെള്ളം കെട്ടിക്കിടന്നാല് ഒത്തുക്ക് പെറ്റു പെരുകും. ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞു. ഒരു കുപ്പീന്റെ മൂടിന്റെ ഉള്ളില് ഒരു കൊതുക് ലക്ഷക്കണക്കിന് മുട്ടയിടുന്നാ പറഞ്ഞത്. പിന്നെ ഇത്തിരി പോന്ന കൊതുകല്ലേ ചെറിയ കുപ്പീന്റെ മൂടിന്റെ ഉള്ളില് ലക്ഷക്കണക്കിന് മുട്ട ഇടുന്നത്? ഒന്ന് പഠിക്ക്. അങ്ങനെ കൊതുകുകൾ പെറ്റു പെരുകിയാല് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരും. മലമ്പനി, മലേറിയ, ഡെങ്കിപ്പനി, മന്ത്, ഇങ്ങനെ ഒരുപാട് മാരകമായ അസുഖങ്ങൾ വരും. കുറെ ആളുകൾ മരിച്ചും പോകും. അന്ത്രുക്ക, ഇയാള് പറയുന്നത് ശരിയാണ്. വെറുതെ പറയുന്ന ഇത്
അന്ത്രുക്ക ഞമ്മക്കൊരു സംശയം. അനക്കനി സംശയോ? അതല്ലാന്ന്. പിന്നെ എന്താന്ന്? അതായത് വേണ്ട. തൽക്കാലം ഇഞ്ചി കൊണ്ടുവന്ന ഈ പ്ലാസ്റ്റിക് കുപ്പിയും പ്ലാസ്റ്റിക് കവറും ഒക്കെ സഞ്ചിയിലാക്കോ ചാക്കിലാക്കി ചേർത്താനെ ഓരോന്നിങ്ങനെ കളിക്കുന്ന ചാക്കിലാക്കി ചേർത്താനെ അന്ന ഞമ്മളിന്ന് ഇട് അങ്ങനെ അപ്പൊ ശരി അങ്ങനെ ചാക്കിലാക്കും. അലകേട്ട് ഇതെടുത്തിട്ട് അന്റെ വീട്ടിൽ കൊണ്ടാക്കുക. എന്നിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ വരുമ്പോ മാത്രം കൊടുക്കുക. വലിച്ചെറിയൽ അപ്പോ നമുക്ക് ഇതേ ചെയ്യാൻ പറ്റൂ. അല്ല, അത് ശരി.